ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യിക്കുന്നത് ആഫ്രിക്കയിൽ നിന്നും ജോൺ ബ്രദറാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തനിക്ക് വേണ്ടി ഒരു അത്ഭുത വഴി ആ ദേശത്തിൽ ദൈവം വെളിപ്പെടുത്തേണ്ടതിനായിട്ട്. കാരണം കഴിഞ്ഞ 20 വർഷമായി തൻ്റെ ഗോഡൗണായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം ഓണർ മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് തനിക്ക് വേണ്ടി അതിനകത്ത് ആ വ്യക്തിയോട് ഇടപെടുകയും അത്ഭുതത്തെ ചെയ്യുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്ന് എത്ര പേർ വിശ്വസിക്കുന്നു ഇതിനകത്തൊരു അത്ഭുത വിടുതൽ സംഭവിക്കുമെന്ന്, ദൈവത്തിൻ്റെ ഒരു ഭയങ്കര പ്രവൃത്തി നടക്കുമെന്ന്. അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ പുതിയ വാതിലുകൾ തുറക്കേണ്ടതിനായിട്ടും തൻ്റെ ശാരീരികമായി തന്നെ അനുഭവിക്കുന്ന എല്ലാത്തിനകത്തും പൂർണ്ണ സൗഖ്യം വെളിപ്പെടേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. എത്ര പേർ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്? ഒരു അത്ഭുത വിടുതൽ സംഭവിക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ ഫേവർ, ദൈവത്തിൻ്റെ വലിയ കരം ഈ മകന് വേണ്ടി വെളിപ്പെടാൻ പോകുക. ഈ മകൻ മുഖാന്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. ഞാൻ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിഷയത്തിനകത്തും ഈ മകൻ്റെ വിഷയത്തിനകത്തും ദൈവം അത്ഭുതം ചെയ്യാൻ പോകുന്നു. കാരണം യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ ഞാൻ വിശ്വസിക്കുകയാണ് ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാണ്. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ജോൺ ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതൊരു സാക്ഷ്യമാക്കണമേ, ഇതൊരു വിടുതലാക്കണമേ, ഇതൊരു അത്ഭുതമാക്കണമേ. കർത്താവേ, അങ്ങയുടെ അത്ഭുതകരം തനിക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം ചെയ്യാണ്. യേശുവിൻ്റെ തിരക്തത്താൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതൊരു അത്ഭുത വിടുതലാകട്ടെ, ദൈവപ്രവൃത്തിയാകട്ടെ. കർത്താവെ, അങ്ങയുടെ കരം ചലിപ്പിച്ചതിനായി നന്ദി. അങ്ങ് ഇപ്പോൾ തന്നെ തൻ്റെ മകന് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. യേശുവെ, തിരക്തത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതൽ സംഭവിച്ചു കഴിഞ്ഞതിനായി സ്തോത്രം. അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞതിനായി സ്തോത്രം. ആ സ്ഥലം തനിക്ക് തന്നെ വീണ്ടും ദീർഘനാളത്തേക്ക് കൊടുക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവെ, ഇപ്പോൾ തന്നെ അധികാരികളോട് ദൈവം ഇടപെട്ടതിനായി നന്ദി. പുതിയ വാതിലുകൾ, ബിസിനസ്സിൻ്റെ വാതിലുകൾ തുറന്നതിനായി സ്തോത്രം. കർത്താവെ, തൻ്റെ കൈകാലുകളെ കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കണം. പ്രത്യേകിച്ച് കാലിനകത്തുണ്ടാകുന്ന വേദന കർത്താവ് അത്ഭുതകരമായി ഇപ്പോൾ സൗഖ്യമാക്കിയതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ വിടുതൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. കർത്താവെ, അത്ഭുതം ചെയ്തതിനായി നന്ദി. കർത്താവിൻ്റെ കരം വെളിപ്പെട്ടതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മകനെ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഇതൊരു അത്ഭുത സാക്ഷ്യമാക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിക്കുന്ന എല്ലാ വഴികൾക്കുമായി ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാരംഭത്തിൽ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചൊന്ന് ഓർപ്പിക്കുകയാണ്. പ്രിയരെ, ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്ന ഈ തമ്പുരാൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരാളും ലജ്ജിച്ചു പോകത്തില്ല കേട്ടോ. റോമാലേഖനം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഉറപ്പോടെ ഈ ദൈവ സന്ദേശം നിങ്ങൾ കേൾക്കുവാൻ തയ്യാറാകണം. കാരണം 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തെ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ദൈവവചനം അയക്കപ്പെടുന്നത്. യേശയ്യാവ് 55-ാം അധ്യായം വ്യക്തമായി നമ്മോട് പറയുന്നു, പിതാവിൻ്റെ അതരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം അതിൻ്റെ കാര്യം തികച്ച് അതിൻ്റെ ഇഷ്ടം സാധിപ്പിച്ചിട്ട് മാത്രമേ മടങ്ങിപ്പോകത്തുള്ളെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ്. നാം ദൈവവചനത്തെ കാണേണ്ടത് ദൈവത്തിന് തുല്യമായിട്ടാണ്. ഈ വചനം നമ്മോട് സംസാരിക്കാൻ കഴിയും. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചന കേൾവി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊണ്ടുവരും, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അറിവ് കൊണ്ടുവരും, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുത്തൻ വഴികളെ തുറക്കും. കാരണം 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനം നിൻ്റെ ദീർഘദൂരമുള്ള വഴിയെ കാണിക്കുന്നതാണ്. നിനക്ക് മുമ്പോട്ട് ഓരോ ദിവസവും വിളക്കായി നിൻ്റെ കാലിന് ദീപമായി ഈ വചനം തീരുകയാണ്. എന്നെ കേൾക്കുന്നതിനുണ്ടെങ്കിൽ ഈ വചനത്തിനകത്തൊന്ന് പൂർണ്ണമായി വിശ്വസിച്ചാട്ടെ. ദൈവം നിനക്ക് വേണ്ടി ഒരു മറുപടി തരാൻ പോവുകയാണ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം പറയുക, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവൃത്തീകരിക്കേണ്ടതിന് ഞാൻ തന്നെ ജാഗരിച്ചു കൊള്ളും. ഈ വചന കേൾവിയിൽ
പൂർണ്ണമായി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനം നിങ്ങളുടെ മേലിൽ നിവർത്തീകരിക്കേണ്ടതിന് വേണ്ടി വലിയവനായ ദൈവം ചലിക്കാൻ തുടങ്ങും. കാരണം ഈ ദൈവവചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ വിശ്വാസത്തോടെ തമ്പുരാൻ്റെ മുഖത്തേക്ക് നോക്കി, കർത്താവേ, ഈ വചനത്തിന് എന്നിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയും. കാരണം യോഹന്നാന്റെ സുവിശേഷം 1-ന്റെ 4-ാമത്തെ വാക്യം പറയുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരെ വെളിച്ചമായിരുന്നു. ഈ വചനത്തിനകത്ത് ജീവനുണ്ട്. ഒന്നുകൂടെ എൻ്റെ ചിന്തയിൽ, എൻ്റെ പ്രാർത്ഥനാ മുറിയിലുള്ളത് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം. നമ്മളൊരു സീരിയൽ കാണുകയോ അല്ലെങ്കിൽ ഹല്ലേലൂയ ഒരു ഫിലിം കാണുകയോ ഒക്കെ ചെയ്താൽ അത് നമ്മൾ കണ്ടു എന്നുള്ളത് സത്യമാണ്. ആ സമയം നമുക്ക് ചിലപ്പോൾ ഇച്ചിരി സമാധാനമോ സന്തോഷമോ തന്നിരിക്കാം. പക്ഷേ എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിൻ്റെ പ്രത്യേകത ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ശ്രദ്ധിച്ചാൽ ഈ വചനത്തിൽ അനേക ഭക്തന്മാർക്ക് വേണ്ടി ദൈവം അടഞ്ഞ വഴികളെ തുറന്നതായും അവർക്ക് വേണ്ടി അത്ഭുത വാതിലുകൾ തുറന്നതായും അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചതായും കാണുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ അത്ഭുതങ്ങൾ ഒരു കഥയായി തീരുകയല്ല, ആ അത്ഭുതങ്ങൾ ഇന്നും വിശ്വസിക്കുന്നവന് വേണ്ടി ആവർത്തിക്കപ്പെടുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ 23 വർഷമായി സുവിശേഷ വേല ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ ജീവിതത്തിനകത്ത് ഈ ബൈബിളിൽ നടന്ന പല അത്ഭുതങ്ങളും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അവൻ കരുതുന്നവനാണെന്നുള്ളത് വ്യക്തമായി ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്. ജീവിതത്തിനകത്ത് ഒത്തിരി ദിവസങ്ങൾ എങ്ങനെയെന്നുള്ളത് എൻ്റെ മുമ്പിൽ ചോദ്യമായി വന്നിട്ടുണ്ട്. ഇനി ഒരു വഴി തുറക്കുമോ എന്നുള്ള വലിയ ചിന്ത വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ദൈവം ആ ചോദ്യങ്ങളെല്ലാം ആശ്ചര്യ ചിഹ്നമാക്കുന്ന രീതിയിൽ അത്ഭുത വഴി തുറന്നുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിനകത്ത് ഇന്നും എന്നെ നടത്തുന്നത്. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, ഈ മിനിസ്ട്രി മുമ്പോട്ട് പോകുന്നത് ദൈവത്താലാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്നും നിൽക്കുന്നത് ദൈവകൃപയാലാണ്. ആ നിലയിൽ നിൽക്കുന്നതുകൊണ്ട് ഇന്നത്തെ ഈ വചന സന്ദേശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാണ്, എൻ്റെ ദൈവം കരുതുന്നവനാണ്. എൻ്റെ ദൈവത്തിൻ്റെ കരുതലുകളെ നാം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഒരു ഭക്തൻ മുമ്പോട്ട് പോകേണ്ടതിനായിട്ട് അവൻ്റെ ജീവിതത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന കരുതലുകളെ അവൻ അറിയണം. ഹല്ലേലൂയ. അവൻ്റെ ജീവിതത്തിനകത്ത് ദൈവിക കരുതലുകളെ അവൻ അറിയുമ്പോഴാണ് അവൻ ദൈവത്തെ ആശ്രയിക്കുന്നത്. ജീവിതത്തിനകത്ത് പ്രതിസന്ധി ഉണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, മുമ്പോട്ട് പോകാൻ കഴിയാത്ത അനുഭവങ്ങളുണ്ടാകാം. പക്ഷേ പരീക്ഷയോടുകൂടെ പോക്കുവഴിയും ഉണ്ടാക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും അറിയുന്നത്. നമ്മൾ പലരും ദൈവത്തോട് നിരാശപ്പെടാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്ക് മാത്രം വഴിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ തമ്പുരാൻ പറയുന്നു, പരീക്ഷയോടുകൂടെ പോക്കുവഴിയും വെച്ചിട്ടുണ്ട്. നിൻ്റെ പ്രശ്നത്തോടു കൂടെ ആ പ്രശ്നത്തിന് നിന്നെ ജയിക്കാൻ കഴിയാത്ത രീതിയിൽ നിൻ്റെ ജീവിതത്തിനകത്ത് വാതിലുകളെ തുറക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ. അറിയാം, പത്രോസ് അപ്പോസ്തലനോട് ചോദിച്ചാൽ പത്രോസ് അപ്പോസ്തലൻ ഒത്തിരി ഭാരപ്പെട്ട മനുഷ്യനാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വന്നാൽ കൂടെ നിന്ന ശിഷ്യന്മാർ കരമടച്ചോ ഇല്ലയോ എന്നറിയത്തില്ല. പക്ഷേ പത്രോസ് അപ്പോസ്തലൻ്റെ അടുക്കലേക്കാണ് ഇതാ കരം ചോദിക്കുന്ന ടാക്സ് കളക്ടർമാർ അടുത്തു വരുന്നത്. അവർ ചോദിക്കുന്നത് നിൻ്റെ ഗുരു കരമടച്ചിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ ചിന്തയിൽ പീറ്ററിൻ്റെ പിയേക്കാൾ മുമ്പേ വെളിപ്പെടുന്ന അക്ഷരമാണ് ജെ. ഇതാ ജെ എന്നുള്ള അവർ കരമടച്ചിട്ടില്ലാത്ത ലിസ്റ്റ് നോക്കിയപ്പോൾ ജീസസ് അല്ലെങ്കിൽ പത്രോസിൻ്റെ ഗുരുവിനെ കണ്ടു. നിൻ്റെ ഗുരു കരമടച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ ആരോടും പറയാതെ നിൽക്കുന്ന, ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പത്രോസ് പറയുന്നത് എൻ്റെ കരവും അടച്ചിട്ടില്ല. പക്ഷേ അവൻ അവിടെ നിൽക്കാതെ പത്രോസ് ഓടി വന്ന് യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ യേശു പറയുന്നു, നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഞാൻ കടലിലൊരു മീൻ്റെ വായിൽ കരുതിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് ഇനി ഒരു മുമ്പിലൊരു വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെടുന്നവരുണ്ടാകാം. പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ഈ മിനിറ്റിൽ യേശുവിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ വരുമെങ്കിൽ യേശു നിങ്ങൾക്ക് വേണ്ടി ഒരു കരുതൽ വെളിപ്പെടുത്താൻ പോകുക. കാരണം 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഒരുക്കിയിട്ടുള്ളതൊന്നും അറിയുവാനായിട്ട്. കാരണം എൻ്റെ അപ്പൻ ഇന്നും ജീവിക്കുകയാണ്. നിങ്ങൾക്കും എനിക്കും വേണ്ടി ഒരു നല്ല അപ്പനുണ്ട്, ഒരു നല്ല പിതാവുണ്ട് എന്ന് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ആ അപ്പൻ കരുതുന്നവനാണ്. ആ അപ്പൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ഇതാ പത്രോസിനോട് പറയുന്നു, നീ കടലിൽ ചെന്ന് ചൂണ്ടയിടുക, ആദ്യം കിട്ടുന്ന മത്സ്യത്തിൻ്റെ വായിൽ ഞാൻ ചതുർധർമ്മം പണം കരുതിയിട്ടുണ്ട്. ദീർധർമ്മ പണമാണ് ഒരാൾ അല്ലെങ്കിൽ 2 കാശാണ് ഒരാൾ അടയ്ക്കേണ്ടത്. ഇതാ 4 കാശ് ദൈവം കരുതുകയാണ്, ചതുർധർമ്മം കരുതുകയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ നിനക്കും എനിക്കും വേണ്ടിയുള്ളതിനെ കരുതുകയാണ്. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ ഇല്ലായ്മകളിൽ നിങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്ന അനുഭവങ്ങളിൽ
കർത്താവിനോടൊന്ന് അടുക്കാൻ പറ്റുമോ? ആ പാതപിടത്തിലൊന്ന് ആശ്രയിക്കാമോ? യായിറോസ് ആ പാതപിടത്തിൽ വന്നു വീണതുപോലെ നമുക്ക് ആ പാതപിടത്തെ ഒന്ന് മുറുകെ പിടിക്കാൻ പ്രിയരെ. നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുത കരുതൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ആ കരുതൽ കണ്ട പത്രോസ്, ഹല്ലേലൂയ, ആദ്യം കിട്ടുന്ന മീൻ്റെ വായിൽ കരുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. അന്ന് പത്രോസിന് ഒരു വലിയ കൂട്ടം മീൻ ലഭിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന നിലയിൽ ആദ്യം കിട്ടുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പത്രോസിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും തീർക്കുന്ന രീതിയിൽ, പത്രോസിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യത്തെ തീർക്കുന്ന രീതിയിൽ തമ്പുരാൻ അന്നൊരു നിറവ് കൊടുത്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചു എന്നുള്ള വചനം നമ്മിൽ നിവർത്തിയാകും. കർത്താവ് നമ്മെ നിറയ്ക്കുന്നവനാണ്. ഒഴിഞ്ഞ പാത്രവുമായിട്ട് ഒഴിഞ്ഞ നിലയിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അഞ്ചപ്പവുമായി ഇനി മുമ്പിൽ ഒരു വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരെ പോലെ നിൽക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ നിറവ്, വലിയ കരുതൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ, പ്രാരംഭവാക്യത്തിലേക്ക് വരികയാണ്. പത്രോസ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുതലുകൾ കണ്ട മനുഷ്യനാണ്. പത്രോസ് അപ്പോസ്തലൻ തന്നെ നമ്മോട് പറയുകയാണ്. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. പത്രോസ് അപ്പോസ്തലൻ ജീവിതാനുഭവം ഉള്ളവൻ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, അറിവിനേക്കാൾ വലുതാണ് അനുഭവം. അറിവിനെ നമുക്ക് കണ്ടിക്കാൻ പറ്റും. എന്നെക്കാൾ അറിവുള്ളവർ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാകാം. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, അറിവിനേക്കാൾ വലുതാണ് അനുഭവം. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലേക്ക് ഇട്ടുകൊള്ളുക. 55-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യം പറയുന്നു, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. എന്നെ കേൾക്കുന്നവരെ, ഈ ഭാരത്തെ കർത്താവിൻ്റെ കയ്യിലേക്ക് ഒന്ന് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും അനുഭവിക്കാത്ത ഫ്രീഡം, ഇതുവരെയും അനുഭവിക്കാത്ത വിടുതലുകൾ നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുണ്ടാകും. നമ്മുടെ ജീവിതത്തിനകത്ത് വെച്ചിരിക്കുന്ന കരുതലുകൾ കാണണമെങ്കിൽ ഈ വാക്കിനകത്ത് വലിയ ആഴമുണ്ട്. ചിന്താകുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകുലതകൾ, വിചാരങ്ങൾ നമ്മൾ മാറ്റിയാൽ നമുക്ക് വേണ്ടിയുള്ള കരുതലുകൾ വെളിപ്പെട്ട് വരും. നമ്മളിൽ ശത്രു വെളിപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് ആകുലത, നാളുകളെക്കുറിച്ചുള്ളത്. നമുക്കിപ്പോഴേ ആ സാമ്പത്തികം കിട്ടുമോ, നമുക്ക് ഈ മാസം എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും, നമ്മുടെ ജീവിതത്തിനകത്ത് ആ ലോൺ അടയ്ക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആകുലത. മകളുടെ കല്യാണം നടക്കുമോ, അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുമോ, അല്ലെങ്കിൽ ജോലി കിട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആകുലത, വിചാരങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നവരോട് നിങ്ങളിപ്പോൾ മുതൽ വിളിച്ചു പറയണം, എൻ്റെ ദൈവം കരുതുന്നവനാണ്, എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നവനാണ്. നിങ്ങൾ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർത്ത് കൊണ്ടൊന്ന് പ്രാർത്ഥനയോടെ, കർത്താവെ, ആ കരുതൽ എൻ്റെ മുമ്പിൽ നിന്ന് വെളിപ്പെട്ട് വരേണ്ടതിനായിട്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 31-32 വാക്യങ്ങളിൽ യേശു കർത്താവ് നമ്മോട് പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. 32-ാമത്തെ വാക്യം, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. യേശു കർത്താവ് നമ്മെ ഓർപ്പിക്കുകയാണ്, 3 നിലയിലുള്ള വിചാരങ്ങൾ. എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. വിചാരം അല്ലെങ്കിൽ ആകുലതകൾ വരുമ്പോൾ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത്, ഞാനും നിങ്ങളും അനാഥരല്ല. നമ്മെ വില കൊടുത്ത് രക്തത്താൽ വീണ്ടെടുത്ത് അപ്പ എന്ന് വിളിക്കേണ്ട സൗപുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങൾ തന്നിരിക്കുകയാണ്. ഏത് പ്രതിസന്ധിയിലും ഏത് വേദനകളിലും നമുക്കൊരുമിച്ച് അപ്പ എന്നൊന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ, അപ്പ എന്ന് വിളിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ആഴം എന്ന് പറയുന്നത്, ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ഒരു ദൂരം അതിനകത്തുള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ അപ്പ എന്ന് വിളിക്കുന്നതിനകത്ത് എൻ്റെ അപ്പൻ ഏറ്റവും അടുത്താണ് എന്നുള്ള ഏറ്റവും വലിയ ആഴം നമുക്ക് കാണാൻ പറ്റും. അപ്പൻ്റെ സ്നേഹം, ആ കരുതൽ അനുഭവിക്കുന്ന എത്ര പേരുണ്ട്. ആ മാറോട് ചേർന്ന് നിന്നുകൊണ്ട്, കർത്താവേ, പത്മോസിലാണെങ്കിലും നീ എനിക്ക് വേണ്ടി കരുതുമെന്ന് പറഞ്ഞ് യോഹന്നാൻ മുട്ടുമടക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഡൊമീഷ്യൻ ചക്രവർത്തിയെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ, ഡൊമീഷ്യൻ ചക്രവർത്തി ചിന്തിച്ചത് പത്മോസിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഒതുങ്ങും തീരുമെന്നുള്ളതാണ്. പക്ഷേ പത്മോസിൽ ഒറ്റയ്ക്കാണെങ്കിലും മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ പത്മോസിൻ്റെ അനുഭവം അല്ല പിന്നെ കാണുന്നത്, സ്വർഗത്തിൻ്റെ വാതിൽ തൻ്റെ ഭക്തന് വേണ്ടി തുറക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, ആശ്രയിക്കാൻ എനിക്കൊരു നല്ല പിതാവുണ്ട്, എനിക്കൊരു നല്ല അപ്പനുണ്ട്. ഈ അപ്പൻ്റെ കരുതൽ നിങ്ങൾ കാണുന്ന എത്ര പേരുണ്ട്. ഞാനൊരു ചിന്ത നിങ്ങളുടെ മുമ്പിലോട്ടൊന്ന് വെക്കുക. എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കണമേ. അപ്പൻ്റെ കൈവിട്ട് പോകുന്ന മകൻ വെള്ളത്തിലോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ, അപ്പൻ ദൂരെ നിന്ന് വിളിക്കും, മോനെ കരുതണേ, സൂക്ഷിക്കണേ എന്നൊക്കെ ഉള്ളത്. അകന്നു പോകുന്ന അനുഭവത്തിലാണ് ശബ്ദം വെളിപ്പെട്ട് വരുന്നത്. മോനെ സൂക്ഷിക്കണേ, ആഴമാണ്, നോക്കണേ എന്നൊക്കെയുള്ള പദങ്ങൾ വരുന്നു. പക്ഷെ അപ്പൻ തൻ്റെ മകനെ കൈ പിടിച്ചുകൊണ്ട് വെള്ളത്തിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ, ആഴം എത്രയാണെങ്കിലും
ഒരക്ഷരവും മിണ്ടത്തില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ അപ്പൻ്റെ കരത്തിൽ സുരക്ഷിതരാണ്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളിന്ന് അപ്പൻ്റെ സ്നേഹത്തിൽ, അപ്പൻ്റെ കരത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ എന്നോട് നിങ്ങളോട് വാഗ്ദത്തം ഉണ്ട് കേട്ടോ. അവൻ നിങ്ങളെ നരയ്ക്കുവോളം ചുമക്കുമെന്ന്. എൻ്റെ ഉള്ളം കരത്തിൽ ഞാൻ നിങ്ങളെ വരച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ വരച്ചിരിക്കുന്നതിന് ഒരു ശത്രുവിനും തൊടാൻ പറ്റത്തില്ല കേട്ടോ. ആ കരത്തിൽ ചുമക്കുന്ന വലിയവനായ ദൈവത്തെ ഒന്ന് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യെശയ്യാവ് 49 അധ്യായം അതിൻ്റെ 15 വാക്യം പറയുന്നു, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. എന്നെ കേൾക്കുന്നവരെ, അമ്മയേക്കാൾ സ്നേഹിക്കുന്ന, അമ്മയേക്കാൾ കരുതുന്ന ഒരു വലിയ പിതാവ് എനിക്കുണ്ട് എന്ന് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ ആ കരുതലുകളെ തിരിച്ചറിയണം. ഒന്നുകൂടെ നിങ്ങൾ പഴയ നിയമത്തിലേക്ക് വന്നാൽ, സ്വന്തം ജനത്തിൻ്റെ കഷ്ടത കണ്ട് അവരെ മിസ്രൈമിൻ്റെ കയ്യിൽ നിന്ന്, ഫറവോൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചിട്ട് അവരെ വാഗ്ദത്ത ദേശത്തിലേക്ക് നടത്തുകയാണ്. അവർ ചെങ്കടലിന് മുമ്പിൽ വരുമ്പോൾ എല്ലാ വഴിയും അടഞ്ഞതുപോലെ അവർക്ക് തോന്നുന്നുണ്ട്. ഇനി വഴിയില്ലെന്ന് പറയുമ്പോൾ ദൈവത്തെ അറിയാത്ത ജനം പിറുപിറുക്കുന്ന സമയത്ത് ഒരുവൻ മാത്രം ഉറച്ചു എന്ന് പറയുന്നു. അതിന് മോശ, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക. യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നിങ്ങൾ ഒരു നാളും കാണത്തില്ല. ആ പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം മോശയോട് പറയുന്നു, എൻ്റെ ജനത്തോട് പറ, മുമ്പോട്ട് പോകുക. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരാണോ? ജനം മുമ്പോട്ട് പോകുമ്പോൾ മോശ കടലിന് നേരെ കരം നീട്ടുകയാണ്. അന്ന് രാത്രിയിൽ ഇതുവരെയും വെളിപ്പെടാത്ത മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റുകൊണ്ട് തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം അത്ഭുതകരമായി ചെങ്കടലിൽ വഴി തുറക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഭൂപടത്തിൽ ഇല്ലാത്ത ഒരു വഴി ഇന്ന് എന്നെ കാണുന്ന നിങ്ങൾക്കും എനിക്കും വേണ്ടി ദൈവം തുറക്കാൻ പോവുകയാണ്. സ്വന്തം ജനത്തിന് വേണ്ടിയാണ് അവിടെ വഴി തുറക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വിലയുള്ളവരാണ് ഞാനും നിങ്ങളും. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അപ്പ എന്ന് വിളിക്കുന്ന അവകാശത്തിൽ നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി അസാധാരണ വഴി തുറക്കും. റോമാലേഖനം 8 അധ്യായം അതിൻ്റെ 32 വാക്യം പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും തരാതിരിക്കുമോ? പുത്രൻ്റെ ആത്മാവിനെ നമുക്ക് തന്ന ആ വലിയ സ്നേഹത്തിൻ്റെ മുമ്പിൽ നിങ്ങളൊന്ന് ആശ്രയിക്കുമെങ്കിൽ നിൻ്റെ കൺമണി പോലാണ് കർത്താവ് സൂക്ഷിക്കാൻ പോകുന്നത്. ഈ ഇസ്രായേൽ ജനത്തെ 40 വർഷം മരുഭൂമിയിൽ ഒന്നിനും കുറവില്ലാതെ പുലർത്തിയെന്ന് നെഹമ്യാവ് 9:21 പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ച് നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിനകത്തും എൻ്റെ ദൈവം നടത്താൻ ശക്തനാണ്. ആ കിഴക്കൻ കാറ്റിൽ വഴി തുറന്ന ജനം ഇതാ മരുഭൂമിയിൽ മുമ്പോട്ട് പോവുകയാണ്. എൻ്റെ അറിവിൽ 6 ലക്ഷത്തിന് മുകളിൽ വരുന്ന പുരുഷാരം നിൽക്കുമ്പോൾ ആ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയാൽ 30 ലക്ഷത്തിന് വരാം. ആ 30 ലക്ഷത്തിന് അടുപ്പിച്ച് വരുന്ന ജനത്തെ മരുഭൂമിയിൽ മന്നയും കടപക്ഷിയും കൊടുത്ത് പോറ്റിപ്പുലർത്താൻ പറ്റുമെങ്കിൽ, എന്ന് പറഞ്ഞാൽ ദൂതന്മാരുടെ ആഹാരം കൊടുത്ത് പോറ്റിപ്പുലർത്താൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് എൻ്റെ ദൈവത്തിന് സകലതും കഴിയും. ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിങ്ങൾക്ക് ഒരു മാർഗ്ഗമില്ലെന്ന് പറഞ്ഞാലും 78 സങ്കീർത്തനം അതിൻ്റെ 23 വാക്യം പറയുന്നു, ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്നു. അടുത്ത വാക്യം പറയുന്നു, അവൻ അവർക്ക് വേണ്ടി മന്ന വർഷിപ്പിച്ചു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആകാശത്തിൻ്റെ വാതിലുകൾ, നിങ്ങളൊന്ന് ഈ സമയത്ത് തന്നെ പ്രാർത്ഥനയോടെ എന്നെ കേൾക്കുന്നവർ ഈ കരുതലില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിനകത്തും അത്ഭുത കരുതൽ ഈ മാസങ്ങളിൽ തുറന്നു വരാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ കരുതൽ നിങ്ങൾ കാണാൻ പോകുന്നു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് വിശ്വസിക്കണം കേട്ടോ. ഞാൻ ആത്മാവിൽ ഈ പദം പറയട്ടെ, മുമ്പിലൊരു വഴിയില്ല, പിൻപിലൊരു വഴിയില്ല, സൈഡിലൊന്നും കാണുന്നില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഇതാ ആകാശത്തിൻ്റെ വാതിൽ തുറന്ന് നിനക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ ആ കരുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അങ്ങനെ ജനം അക്കരെ കയറുകയും അവരെ അടിമത്വം എന്നുള്ള ആ നിലയിൽ നിന്ന് അവർ അവകാശികളാകിയാണ്. കാരണം ഇനി അവർക്ക് ഫറവോനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്നു മുതൽ അടിമത്തം പോലെ നിൽക്കുന്ന ചില അനുഭവങ്ങളിൽ നിന്ന് ചില കുടുംബങ്ങളെ ദൈവം മോചിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്തും അത്ഭുതകരമായ എഴുന്നേൽപ്പുകൾ സംഭവിക്കും. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അടുത്ത ഒരു ചിന്തയിലേക്ക് വരികയാണ്. ഇതാ അവർ ഷൂർ മരുഭൂമിയിലൂടെ 3 ദിവസം വെള്ളം കിട്ടാതെ മുമ്പോട്ട് പോവുകയാണ്. അത്ഭുത കരുതലിലേക്ക് നമുക്ക് വരാം. പുറപ്പാട് പുസ്തകം 15 അധ്യായം അതിൻ്റെ 22 വാക്യം മുതൽ. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ച് അവർ ഷൂർ മരുഭൂമിയിൽ ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. 23 വാക്യം. മാറയിൽ എത്തിയപ്പോൾ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. 24 വാക്യം. അപ്പോൾ ജനം ഞങ്ങൾ എന്തു കുടിക്കും എന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. ഇതാ ഇസ്രായേൽ ജനം ചെങ്കടൽ കയറി ഷൂർ മരുഭൂമിയിലേക്ക് വരികയാണ്. 3 ദിവസത്തെ യാത്രയിൽ അവർക്ക് വെള്ളം കിട്ടിയില്ല. അവർ മാറയിലെത്തുകയാണ്. അവിടുത്തെ വെള്ളം കുടിക്കാൻ കഴിയാത്ത രീതിയിൽ കയ്പായിരുന്നു. ആ കയ്പിൻ്റെ നടുവിൽ ദൈവപ്രവർത്തികളെ മറന്ന ജനം വീണ്ടും മോശയ്ക്കെതിരെ പിറുപിറുത്തു. നിങ്ങൾ നോക്കണമേ, അടുത്ത 25 വാക്യം വലിയ ആഴമാണ്. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു.
അവൻ അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. എങ്ങനെയെന്നുള്ള വലിയ ചോദ്യത്തിൻ്റെ നടുവിൽ അവൻ ഭാരപ്പെടുകയല്ല ചെയ്തത്, അവൻ ദൈവത്തോട് അപേക്ഷിച്ചെന്ന് അവിടെ കാണുന്നത്. നിങ്ങളുടെ പ്രതിസന്ധിയിൽ, നിങ്ങളുടെ വേദനയിൽ ശത്രു ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദൈവത്തെ തള്ളിപ്പറയണമെന്നുള്ളതാണ്. പക്ഷേ ആ പ്രതിസന്ധിയുടെ നടുവിൽ അല്പസമയം പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ, കർത്താവേ, ഇന്ന് ഈ മെസ്സേജ് അനേകരുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവാകണം. ഇന്ന് ചിലവർ ദൈവശക്തിയാൽ നിറയണം. ഇതാ മോശ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ഞാൻ ആത്മാവിൽ ഇങ്ങനെയൊന്ന് പറയട്ടെ, അപേക്ഷിക്കുന്നവന് ഒരിക്കലും ദൈവം ഉപേക്ഷിക്കത്തില്ല കേട്ടോ. പ്രാർത്ഥിക്കുന്നവനെ, കരയുന്നവനെ ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല. നിങ്ങളിതാ മനുഷ്യൻ്റെ മുമ്പിൽ കൈകൂപ്പാതെ, കൈ നീട്ടാതെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ ദൈവം നിന്നെ പരസ്യമായി, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ പരസ്യമായി ദൈവം മാനിക്കും. അങ്ങനെ വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ മോശ ഇതാ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ആ അപേക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോശയുടെ കണ്ണിൽ ദൈവം ചിലത് വെളിപ്പെടുത്താൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന ഒരു ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ 25-ാമത്തെ വാക്യം. അവൻ യഹോവയോട് അപേക്ഷിച്ചു, യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ നിമിത്തം ഒരു കയ്പിലാണോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളൊരു കയ്പിൻ്റെ അനുഭവത്തിലാണോ? നിങ്ങളെ ദൈവം ആ കയ്പിലേക്ക് കൊണ്ടുവന്നത് ചിലത് എന്നേക്കുമായി മാറാൻ വേണ്ടിയാണ്. നിങ്ങളിതാ കയ്പിൻ്റെ അനുഭവം മാറി അത്ഭുതത്തിലേക്ക് കാലുവയ്ക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാണ്. പ്രാർത്ഥിക്കുന്നതിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഇതാ വൃക്ഷത്തെ കാണിച്ചു കൊടുത്തു. പ്രാർത്ഥിക്കുന്നവന് ഒരു വൃക്ഷമാണ് ദൈവം കാണിച്ചു കൊടുക്കുന്നത്. ഒരു തൈയോ ഒരു പുല്ലോ ഒന്നും അല്ല കേട്ടോ, ഒരു ചെടിയല്ല കാണിച്ചു കൊടുക്കുന്നത്. വൃക്ഷം എന്ന് പറഞ്ഞാൽ തൻ്റെ ജനം ഇവിടെ വരുമെന്നുള്ളത് ദൈവത്തിന് മുമ്പേ അറിയാവുന്നതുകൊണ്ട് അവിടെ ഒരു വൃക്ഷം നിർത്തിയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് ഇപ്പം നന്ദി പറയണം കേട്ടോ. ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു എന്നുള്ളത്, ദൈവം മുന്നമേ കരുതിയിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സങ്കടത്തിൽ, നിങ്ങളുടെ വേദനയിൽ നിങ്ങൾക്ക് എങ്ങനെ പോകണമെന്നറിയാൻ പറ്റാതെ നിൽക്കുമ്പോൾ ഇതാ ഈ മാസം ദൈവത്തിൻ്റെ കരുതൽ കാണാൻ പോവുകയാണ്. നിങ്ങൾ മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കണം. അസാധാരണമായ ദൈവത്തിൻ്റെ കരുതൽ നിങ്ങൾ കാണും കേട്ടോ. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ കാണും. ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായൊരു കരുതൽ വെളിപ്പെട്ട് വരുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മോശ ആ വൃക്ഷത്തെ വെട്ടിയ വെള്ളത്തിലിടുമ്പോൾ തന്നെ വെള്ളം മധുരമായി തീരുകയാണ്. നിങ്ങളുടെ കയ്പിനെ, നിങ്ങളുടെ കണ്ണുനീരിനെ മാറ്റാൻ എൻ്റെ ദൈവം മുന്നൊരുക്കിയിരിക്കുന്ന ചില കരുതലുകൾ ഇതാ തുറന്നു വരികയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ കരുതലുകളെ നമ്മൾ ആഴത്തിലൊന്ന് അറിയാൻ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുന്നത് കാണാൻ പറ്റും. തൻ്റെ ഏകജാതനെ തനിക്ക് വേണ്ടി യാഗം കഴിക്കണമെന്ന് കൽപ്പിക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുൾ ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ ഹോമയാഗം കഴിക്കണമെന്ന് ദൈവം അരുൾ ചെയ്യുകയാണ്. നിങ്ങൾ വ്യക്തമായി ശ്രദ്ധിക്കണം, ദൈവം അരുൾ ചെയ്യുകയാണ്. ആ അരുൾപ്പാട് സ്വീകരിച്ച അബ്രഹാം ഇത് ആദ്യകാലത്ത് വേറെ ആരോടും പറയാതെ തൻ്റെ മകനെയും 2 ബാല്യക്കാരെയും കൂട്ടിക്കൊണ്ട് ഇതാ ആ ദേശത്തേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ദൂരത്ത് നിന്ന് അബ്രഹാം ആ മലയെ കണ്ടു. അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. 3-ാം ദിവസം അബ്രഹാം നോക്കി, ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചനത്തിനകത്തൊരു ദൂതുണ്ട്. നിങ്ങൾ പ്രതികൂലത്തിൻ്റെ നടുവിൽ മടുത്തില്ലെങ്കിൽ നിങ്ങൾ ദൈവം പറഞ്ഞ ചിലത് കാണാൻ പോവുകയാണ്. ദൂരത്ത് നിന്ന് അബ്രഹാം കണ്ടു കേട്ടോ. ഇനിയാണ് എൻ്റെ ചിന്ത നിൽക്കുന്നത്. 6-7 വാക്യങ്ങൾ നോക്കിയാൽ ആ മലയുടെ താഴ്വാരത്തിലെത്തുമ്പോൾ അബ്രഹാം തൻ്റെ മകനെയും കൂട്ടി ഇതാ യാഗത്തിന് വേണ്ടി കയറാൻ പോവുകയാണ്. തൻ്റെ മകൻ്റെ മുകളിലേക്ക് ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് വെച്ചു. അപ്പനും മകനും ഇതാ മല കയറിയാണ്. അബ്രഹാമിൻ്റെ കയ്യിൽ തീയും കത്തിയുണ്ട്. എന്നെ കേൾക്കുന്നവർ ഇതൊരു വചനത്തിൻ്റെ വെളിപ്പാടാണ്. തീയും കത്തിയുള്ളവൻ പ്രതിസന്ധികളെ ജയിച്ചിരിക്കും. എന്നെ കേൾക്കുന്നവർ തീയുടെ അഭിഷേകത്തിൽ ചിലതിനെ നിങ്ങൾക്ക് കരിക്കാൻ പറ്റും. ഷിംഷോൻ ചിലതിനെ ചണനൂല് പോലെ കരിച്ചതുപോലെ ബന്ധനത്തെ നീ കരിക്കും. വചനമെന്ന വാണിനകത്ത് നിനക്ക് എതിരുകളെ വെട്ടാൻ പറ്റും. ആത്മാവിൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീ മുമ്പോട്ട് പോകാൻ പോവുകയാണ്. ഇതാ അബ്രഹാം മുമ്പോട്ട് പോകുക തൻ്റെ മകനുമായിട്ട്. ആ സമയത്ത് തൻ്റെ മകൻ, ഈ വിറക് ചുമക്കുന്നവൻ കുഞ്ഞൊന്നുമല്ല കേട്ടോ, അവന് ആരോഗ്യമുണ്ട്. ആരോഗ്യമുള്ള പ്രായത്തിലാണ് ഇസഹാക്കിനെ യാഗം കഴിക്കാൻ ഇതാ പോകുന്നത്. ഇസഹാക്ക് ഇതാ തൻ്റെ അപ്പനോട് പറയുകയാണ്, നമ്മുടെ കയ്യിൽ വിറകും തീയും ഉണ്ട്, എവിടെയാണ് യാഗമൃഗം? എന്നെ കേൾക്കുന്നവരെ, അബ്രഹാം അവിടെയാണ് ദൈവത്തിൻ്റെ കരുതലിനെ പിടിച്ചു കുലുക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബ്രഹാം ഇതാ തൻ്റെ മകനോട് പറയുകയാണ്, എല്ലാം തീർന്നതല്ല, എല്ലാം അവസാനിച്ചതല്ല, ദൈവം നോക്കിക്കൊള്ളും.
ദൈവം കരുതിക്കൊള്ളും. എന്നെ കേൾക്കുന്നവരെ, ബൈബിളിൽ ആദ്യമായി കരുതലിൻ്റെ വേർഡ് ഇവിടെയാണ് വെളിപ്പെടുന്നത്. അബ്രഹാം പറഞ്ഞു, ദൈവം നോക്കിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും. യഹോവ ഇരേ, യഹോവ ജൈറ, അവൻ്റെ കരുതൽ നീ കാണാൻ പോവുകയാണ്. നിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ, നിൻ്റെ വേദനയുടെ നടുവിൽ നീ തീർന്നെന്ന് പറയാതെ, വിഷമിക്കാതെ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസത്തിൽ ഡിക്ലെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ, എൻ്റെ ദൈവം കരുതുന്നവനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, അവിടെ ഒരു അത്ഭുത കരുതൽ വെളിപ്പെട്ട് വരും. മല കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? മലയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ത്രികോട്ടമി പോലെയാണ് എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ഞാൻ ഈ കൈകൂപ്പുന്ന അനുഭവം കാണാം. ഈ ഭാഗത്തു നിന്ന് ഒരാൾ കയറിയാൽ മറുഭാഗം കാണാൻ കഴിയത്തില്ല. ഈ പറഞ്ഞ സമയം മുതൽ ദൈവം അവൻ കാണാത്ത നിലയിൽ അവനുമായുള്ള കരുതലുമായി എഴുന്നേറ്റ് വരികയാണ്. നിങ്ങൾ വിശ്വസിച്ചേ, ദൈവം നിങ്ങൾ കാണാത്ത തലത്തിൽ ഇതാ നിനക്ക് വേണ്ടി ഒരു കരുതൽ എഴുന്നേറ്റ് വരികയാണ്. ഇസ്രായേൽ മക്കൾക്ക് ചെങ്കടലിൽ വഴി ഒളിപ്പിച്ചതുപോലെ എൻ്റെ ദൈവം ഇതാ നിനക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ കരുതിക്കൊണ്ട് എഴുന്നേക്കാൻ പോവുകയാണ്. നിൻ്റെ വിശ്വാസത്തിൽ എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല, എൻ്റെ ദൈവം എന്നെ മാനിക്കുമെന്ന് പറയുന്നവർക്ക് വേണ്ടി അത്ഭുതകരമായ വാതിൽ തുറക്കാൻ പോകുന്നു. ഇതാ യാഗത്തിന് വേണ്ടി മകനെ കൈകാലുകൾ കെട്ടി വിറകിൻ്റെ മേൽ കിടത്തുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറയാം, നീ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, നിനക്കുള്ള കരുതൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 13-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 22:13 വാക്യം. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു ആട്ടിൻകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടിൻകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? ഒരാട്ടിൻകൊറ്റനെ ദൈവം കരുതിയിരിക്കുകയാണ്. അതിൻ്റെ കൊമ്പാണ് ആ കാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഇത് ഇപ്പോൾ ജനിച്ച ആടല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ യാഗത്തിന് വേണ്ടി കൊണ്ടുവരാൻ പറഞ്ഞ ആട്ടുകൊറ്റൻ്റെ വയസ്സെന്ന് പറയുന്നത് 3 വയസ്സാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഇതാ ദൈവം 3 വയസ്സുള്ള ആട്ടിൻകൊറ്റനെ ആ മലയ്ക്ക് മുകളിൽ അബ്രഹാമിന് വേണ്ടി കരുതിയിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതികൂലത്തിൽ വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടുകയാണ്. ഞാൻ വേഗത്തിൽ ഒരു കരുതൽ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എസ്തേറിൻ്റെ പുസ്തകമാണ് കേട്ടോ. ശത്രു എഴുന്നേൽക്കുന്നതിന് മുമ്പേ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി കരുതിയിരിക്കും. എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ, അഹശ്വേരോശ് രാജാവിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ട്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, തൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ തൻ്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു. പാർസ്യയിലെയും മേദ്യയിലെയും സേനാപതിമാരും പ്രഭുക്കന്മാരും സംസ്ഥാനപതികളും അവൻ്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു. ഇതാ അഹശ്വേരോശ് രാജാവിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ഒരു വലിയ വിരുന്ന് താൻ ഒരുക്കുകയാണ്. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്കും 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വിരുന്നിന് തൻ്റെ രാജ്ഞിയായ വസ്തിയെ ക്ഷണിക്കുകയാണ്. ആ വിരുന്നിൻ്റെ ശ്രേഷ്ഠകരമായ സമയത്തേക്ക് ഇത് അഹശ്വേരോശ് രാജാവ് തൻ്റെ രാജ്ഞി വസ്തിയെ ക്ഷണിക്കുകയാണ്. അവൾ കിരീടം വെച്ചുകൊണ്ട് തൻ്റെ സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ക്ഷണിക്കുമ്പോൾ അവൾ ആ ക്ഷണം ഏറ്റെടുത്തില്ല. അത് രാജാവിന് വലിയ കോപമായി തീർന്നു. 3-ാം ആണ്ടിലാണ് ഇത് സംഭവിക്കുന്നത്. എന്നാൽ എസ്തേറിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ, അഹശ്വേരോശ് രാജാവിൻ്റെ വാഴ്ചയുടെ 7-ാം ആണ്ട് വരുമ്പോൾ, ഇതാ അപ്പനും അമ്മയും ഇല്ലാത്ത എസ്തേറിനെ രാജ്ഞിയായി രാജാവ് തിരഞ്ഞെടുക്കുകയാണ്. അവളോട് ഇഷ്ടം തോന്നിയിട്ട് അവിടെ തലയിലേക്ക് കിരീടം വെച്ചു കൊടുക്കുകയാണ്. 3-ാം ആണ്ടിൽ വസ്തിയെ പുറത്താക്കുകയും 7-ാം ആണ്ടിൽ എസ്തേറിനെ രാജ്ഞിയാക്കുകയും ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഈ ആണ്ടുകളുടെ കണക്കാണ് ഞാൻ ഈ പറയുന്നത്. 3-ാം ആണ്ടിൽ വസ്തി താഴെ ഇറങ്ങി, 7-ാം ആണ്ടിൽ എസ്തേർ കയറി. ഇനി 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക്, മൊർദെഖായി തന്നെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ലെന്ന് കണ്ടിട്ട് ഹാമാന് കോപം നിറഞ്ഞു. 6-ാമത്തെ വാക്യത്തിൽ ശത്രു എഴുന്നേൽക്കുകയാണ്. ഹാമാന് മൊർദെഖായിയെ മാത്രം നശിപ്പിക്കാൻ പുച്ഛം തോന്നിയിട്ട് അവൻ്റെ വംശത്തെ മുഴുവൻ നശിപ്പിക്കാൻ തയ്യാറാകുകയാണ്. എന്ന് പറഞ്ഞാൽ യഹൂദ വംശത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ നോക്കുന്നു. 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അഹശ്വേരോശ് രാജാവിൻ്റെ 12-ാം ആണ്ടിൽ ഹാമാൻ എഴുന്നേറ്റ് വരികയാണ്. ശത്രു എഴുന്നേറ്റ് വരികയാണ്. നിങ്ങൾ നോക്കണേ, 3-ാം ആണ്ടിൽ വസ്തിയെ മാറ്റി, 7-ാം ആണ്ടിൽ എസ്തേറിനെ അതിനകത്താക്കി, 12-ാം ആണ്ട് വരുമ്പോഴത്തേക്ക് മൊർദെഖായിയും വംശത്തെ നശിപ്പിക്കുവാനായിട്ട് ഹാമാൻ എഴുന്നേൽക്കുകയാണ്. ശത്രു എഴുന്നേൽക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ശത്രു എഴുന്നേൽക്കുന്നതിന് 5 വർഷത്തിന് മുമ്പേ അതിന് പരിഹാരമുണ്ടാക്കുന്ന എസ്തേറിനെ ദൈവം ആടാക്കി. നിങ്ങളുടെയും എൻ്റെയും സകല വിഷയത്തിനകത്തും ദൈവം പരിഹരിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ വിഷയത്തിനകത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കുമെങ്കിൽ ദൈവത്തിൻ്റെ കരുതൽ നിങ്ങൾ കണ്ടിരിക്കും. 4-ാം അധ്യായത്തിൽ ഇതറിയുന്ന മൊർദെഖായി പട്ടണത്തിൻ്റെ നടുവിൽ ചെന്ന് വസ്ത്രം കീറി ദൈവത്തോട് നിലവിളിക്കുന്ന അനുഭവമുണ്ട്. 4-ാം അധ്യായത്തിൽ മൊർദെഖായിയും എസ്തേറും 3 ദിവസം വെള്ളം പോലും കുടിക്കാതെ ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയാണ്. 5-ാമത്തെ അധ്യായത്തിൽ
രാജാവിൻ്റെ മുമ്പിലേക്ക് എസ്തേർ ചെല്ലുന്നു. വഴിത്തിരിവിൻ്റെ അധ്യായമാണ് 5-ാമത്തെ അധ്യായം. രാജാക്കന്മാരുടെ ഉറക്കം കെടുത്തുന്ന, രാജാക്കന്മാരെ അനുകൂലമാക്കുന്ന ദൈവത്തെ 5-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. ശത്രു ഇനി എത്ര എഴുന്നേറ്റാലും നിൻ്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവത്തിൻ്റെ കരുതൽ നീ കണ്ടിരിക്കുന്നു. സഭയിൽ വന്ന് 2017 പാസ്റ്ററുടെ കൂടെ വന്നു. പല പല സ്ഥലങ്ങളിലും ഞാൻ ആരാധനയ്ക്കും ശുശ്രൂഷയ്ക്കും പാസ്റ്ററുടെ കൂടെ പോയിട്ടുണ്ട്. അത് അവസാനം എനിക്കൊരു ചെവിയിൽ ഒരു പഞ്ഞി വന്നിട്ട് 2-3 ഡോക്ടർ എടപ്പള്ളി MAJയിലും വേറെ 2-3 ഹോസ്പിറ്റലിലൊക്കെ പോയി ചെവിയിലായിട്ട് കുത്തി എനിക്ക് പഴുപ്പും വേദനയും വന്നു. പാസ്റ്റർ എടുത്ത് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് പാസ്റ്റർ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്കത് പോയി. അതിന് ഞാൻ സാക്ഷ്യം പറഞ്ഞു. പിന്നെ ഞാൻ വരുമ്പോൾ 2018 കർത്താവേ, ഞാൻ വരുന്ന വഴിയിൽ എൻ്റെ വണ്ടിയും ഞാനുമായിട്ട് ഒരു ആക്സിഡൻ്റ് ആയി. ഞാൻ വൈറ്റിലെയാണ് അന്നപ്പോൾ ഞാൻ എനിക്ക് സ്ഥലം കിട്ടിയത്. അവിടെ പോയി രക്തത്തോടും എൻ്റെ കീറിയ തുണിയോടും കൂടെ ഞാൻ പാഷ എടുത്ത് പറഞ്ഞു, പാഷ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടി. പിന്നെ കോവിഡ് വന്നപ്പോഴത്തേക്ക് എനിക്ക് വരാൻ പറ്റിയില്ല. തൃശ്ശൂരൊക്കെ ഞാൻ പോകുന്നത്, അമ്മച്ചി ഉണ്ടായിരുന്നു. പാഷ എനിക്ക് അവിടെ വിളിക്കുമ്പോഴൊക്കെ പ്രയർ സ്ഥലത്താണ് കിട്ടുന്നത്. പിന്നെ ഒരു ഡോക്ടറെ വിളിച്ച് പറയുമ്പോൾ ഡോക്ടറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയും. പാഷ പല ദൂരത്താണ്, ഇവിടെ ഇല്ല എന്ന് പറയും. ഞാൻ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച് എനിക്ക് പാഷ കിട്ടണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ TV ഞങ്ങൾ പവർ വിഷൽ വെക്കുമ്പോൾ പാഷ എനിക്ക് കിട്ടി. ദിവസവും പവർ വിഷലിന് എനിക്ക് പാഷ എനിക്ക് കിട്ടി. കാണാതെ പോയതിനെ കണ്ടു കിട്ടി. വീണ്ടും ഞാൻ ഈ സഭയിൽ വന്നിട്ട് 3-ാമത്തെ ആരാധന ഞാനിവിടെ ജെമിൻ പാഷയുമായിട്ട് ഇവിടെ വന്ന് ആരാധനയിൽ പങ്കുകൊണ്ട് പാഷ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു സഹോദരിയെ എനിക്കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് ഇന്ന് പാഷ നല്ലൊരു ദൂത് കൊടുത്തു. ആ സഹോദരി ഞങ്ങളെല്ലാവരും വീണ്ടും ഈ സഭയോടുകൂടെ വന്ന് കൂടി ആരാധിക്കുവാൻ എനിക്ക് കൃപ തന്നതിനെ ഓർത്ത് വീണ്ടും പല ബന്ധനങ്ങളിലും പല തകർച്ചയിലും ശത്രുക്കളുടെ ബന്ധനത്തിലും ജാതികളുടെ ഇടയിലാണ് ഞാൻ കഴിയുന്നുവെങ്കിലും എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. കരം ഉയർത്തിപ്പിടിച്ച് പൗരുഷൻ തിരിച്ചു തന്ന ദൈവത്തിനായിട്ടൊന്ന് നന്ദി പറയാൻ പറ്റുന്നവർ. പൗരുഷൻ ഒത്തിരി മേഖലകളിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ചൊന്ന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ. കർത്താവേ, ഞങ്ങൾ ഇതിനൊന്നും യോഗ്യരല്ലപ്പാ, അർഹതയില്ലാത്തതിലോട്ട് നീ ഞങ്ങളെ നടത്തുന്നതിനായി സ്തോത്രം. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ കരുതലുകൾ ഇവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തണമേ. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റ് മുതൽ ദൈവം ഇവർക്ക് അത്ഭുതങ്ങളെ ചെയ്യണം. ദൈവത്തിൻ്റെ കരുതൽ ഇവർ കാണണം. കർത്താവെ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ തലമുറയുടെ വഴി എങ്ങനെയെന്ന് ചോദിച്ച, കുടുംബമായി ഇനി എങ്ങനെയെന്ന് ചോദിച്ച, ബിസിനസ് ജോലി കിട്ടാതെ നിന്നവർ അത്ഭുതകരമായ വിടുതലുകളും കരുതലും കാണട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം നടന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ വേഗത്തിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാൻ നോക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരുമല്ലോ. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ വെളിപ്പെടും. ദൈവം നിങ്ങളെ നിശ്ചയമായും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.